സന്തോഷം. എന്താ സന്തോഷം വിദ്യാലയം അല്ലേ? സന്തോഷം. ഈ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ഒരു സയൻസ് എവിടെയായാലും ഒരുപോലെ. മനസ്സിൽ സന്തോഷം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ ഒരു കെമിക്കൽ ആക്ഷൻ നടന്നു എന്നർത്ഥമാണ്. അതൊന്നുമില്ല, വളരെ സിമ്പിളാണ്. മനസ്സിൽ സന്തോഷം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ ഒരു രാസപ്രവർത്തനം നടന്നു. തിരിച്ചു പറയാം, ബ്രെയിനിൽ ഒരു രാസപ്രവർത്തനം നടത്തുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവും. എന്താ ബ്രെയിൻ രാസപ്രവർത്തനം? ഡോപ്പമൈൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ മനസ്സിന് സന്തോഷം വരുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. മനസ്സ് ആഹ്ലാദിച്ചാൽ, സന്തോഷിച്ചാൽ ബ്രെയിനിൽ ഒരു ആക്ഷൻ നടക്കുന്നു. ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന തന്മാത്ര, അതിന്റെ പേരാണ് ഡോപ്പമൈൻ. ആ ഡോപ്പമൈനെ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയാം. ന്യൂറോ ട്രാൻസ്മിറ്റർ. ആ ന്യൂറോ ട്രാൻസ്മിറ്റർ ബ്രെയിനിലെ മറ്റ് ന്യൂറോൺസിലേക്ക് എത്തി പലതരത്തിലുള്ള ആശയങ്ങളും നൽകി ബ്രെയിനെ എന്താണ് മെച്ചപ്പെടുത്തുക, അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമാക്കുകയാണ്. അതുകൊണ്ടാണ് ആധുനിക വിദ്യാഭ്യാസത്തിൽ ഒരു കുട്ടിയെ നിരുത്സാഹപ്പെടുത്തരുത്, പ്രോത്സാഹിപ്പിക്കണം എന്ന് മനഃശാസ്ത്രം പറയുന്നു. ആധുനിക മനഃശാസ്ത്രം പറയുന്നത്, ആധുനിക വിദ്യാഭ്യാസത്തിൽ പറയുന്നത് കുട്ടിയെ എപ്പോഴും എന്താണ് പ്രോത്സാഹിപ്പിക്കണം എന്നാണ്, നിരുത്സാഹപ്പെടുത്തരുത്. പ്രോത്സാഹിപ്പിക്കുമ്പോൾ മനസ്സ് ആഹ്ലാദിക്കുക. മനസ്സ് ആഹ്ലാദിക്കുമ്പോൾ ഡോപ്പമൈൻ ഉണ്ടാവുകയാണ്. ഡോപ്പമൈൻ ബ്രെയിനിനെ പ്രകാശപൂരിതമാക്കുകയാണ്. ഒരു കുട്ടിയുടെ ബ്രെയിൻ പ്രകാശമുള്ളതായി, അത് കൂടുതൽ ശക്തമായി പ്രവർത്തിക്കാൻ അവസരമുണ്ടാകുന്നത് അതിൽ ഈ ഡോപ്പമൈന്റെ പ്രവർത്തനം, ന്യൂറോ ട്രാൻസ്മിറ്ററുടെ പ്രവർത്തനം ഉണ്ടാകുമ്പോഴാണ്. ഇത് സയൻസാണ്, സിമ്പിൾ സയൻസ്. അതുകൊണ്ട് ആ വാക്ക് ഞാൻ ശാസ്ത്രീയമായി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സന്തോഷം എന്ന വാക്ക് ഇങ്ങനെയാണ് സയൻസിൽ രേഖപ്പെടുത്തുന്നത്. എങ്ങനെ സന്തോഷം ഉണ്ടായാലും ഡോപ്പമൈൻ തന്നെയാണ് ഉണ്ടാവുക. എങ്ങനെയാണെന്നുള്ളത് വിശദീകരിക്കണ്ടല്ലോ. എങ്ങനെയൊക്കെ സന്തോഷം ഉണ്ടായാലും, മനസ്സിൽ സന്തോഷം ഉണ്ടായാൽ ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കും. സിമ്പിൾ സയൻസ് ആണ്. നമ്മൾ അതിന്റെ ശാസ്ത്രത്തിലേക്കല്ല പോകുന്നത്. അപ്പൊ ഇതാണ് ജനറലായിട്ട് സന്തോഷം എന്ന് പറയുന്നത്. നമ്മൾ ഈ ചർച്ചയ്ക്ക് ഈ സന്തോഷം ഒരു ക്ലാസ് മുറിയിൽ എങ്ങനെ ഉണ്ടാകാം എന്നുള്ളിടത്തേക്ക് കൊണ്ടുവരാം എന്ന് തോന്നുന്നു. അതാണ് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല, ഞാനത് പറയാം ചർച്ച. അത് ക്ലാസ് മുറിയിലേക്ക് ഈ പറയുന്ന ഫാക്ടർ, ഏത് ഫാക്ടർ? ഈ ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിച്ച് ബ്രെയിൻ കൂടുതൽ വികസിക്കുന്ന, ബ്രെയിനിന്റെ തലങ്ങൾ വികസിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ ക്ലാസ് മുറി എങ്ങനെ ഉപയോഗിക്കാം, അതാണ് അവിടുത്തെ ആവശ്യം. അതാണ് സന്തോഷ വിദ്യാലയം എന്ന് പറയും. കൂടുതൽ ബ്രെയിൻ പ്രകാശിക്കുന്ന, ബ്രെയിൻ കൂടുതൽ ഉണരുന്ന, ചിന്തയ്ക്ക് ചിറക് വെപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കണം. അതിനെയാണ് ഈ സന്തോഷം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ അങ്ങനെയാണ് വേണ്ടത് എന്നൊരു അഭിപ്രായം ഞാൻ പങ്കുവെക്കുന്നു. ശരി, അപ്പോ ബ്രെയിൻ വളരുന്നതും അത് വികസിക്കുന്നതും അത് ചിന്തിക്കുന്നതും അന്വേഷിക്കുന്നതും അതാണ് വളർച്ച എന്ന് ശാസ്ത്രം പറയുന്നു, നമ്മൾ തിരിച്ചറിയുന്നു. ഇതിനാണ് ക്ലാസ് ഉപയോഗിക്കുന്നത്. ഇത് ക്ലാസിക്കൽ മെത്തേഡ് അല്ല, സാമ്പ്രദായിക രീതി അല്ല. ഫ്യൂഡൽ കാലഘട്ടത്തിൽ നോക്കണേ, ഫ്യൂഡൽ കാലഘട്ടത്തിൽ ബ്രെയിനെ ഇങ്ങനെ വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടില്ല. അന്ന് ബ്രെയിനെ പരിമിതപ്പെടുത്താൻ ജ്ഞാനപരിമിതി എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ, അല്ലെങ്കിൽ അത് കേൾക്കണം. എന്താ വാക്ക്? പരിമിതി. ജ്ഞാനപരിമിതിയുടെ കാലഘട്ടമാണ് ഫ്യൂഡൽ വിദ്യാഭ്യാസം. അന്ന് ആധിപത്യത്തിന്റെ വിദ്യാഭ്യാസമാണ്. ചിലർക്ക് പഠിക്കാൻ പറ്റില്ല, ചിലർക്കേ പഠിക്കാൻ കഴിയുള്ളൂ എന്നൊരവസ്ഥയിൽ ഡിവൈഡ് ചെയ്തുകൊണ്ട് മനുഷ്യനെ കുറെ പേരെ ജ്ഞാനോത്പാദനത്തിന് തയ്യാറാക്കാതെ സമൂഹത്തിൽ പണിയെടുക്കാൻ മാത്രമുള്ളവരായിട്ട് നിർത്തുന്ന ഒരു ഫ്യൂഡൽ അവസ്ഥ. ഫ്യൂഡൽ കാലഘട്ടത്തിലും 2+2 ഉത്തരം 4 അല്ലേ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് മാഷ്. എന്താ വ്യത്യാസം? ഇതൊക്കെ ഒരുപോലെയാണെന്നാണ് ഒരു പൊതുധാരണ.
ഇന്നും എന്റെ മനസ്സിലാക്കിന്റെ ഉത്തരത്തിന് നാല് തന്നെയാണ്. ഇപ്പൊ എന്താ വ്യത്യാസം എന്നത് വളരെ അശാസ്ത്രീയമായ ഒരു ചോദ്യമാണ്. അതുകൊണ്ട് അതിനാണ് ഞാൻ പറഞ്ഞത്, അന്ന് ജ്ഞാനപരിമിതിയുടെ കാലഘട്ടമാണ്. ഫ്യൂഡൽ കാലഘട്ടത്തിൽ ചിലർക്ക് മാത്രമേ ജ്ഞാനോത്പാദനത്തിന് അവസരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഫ്യൂഡൽ കാലഘട്ടത്തിന്റെ ജ്ഞാനോത്പാദന സങ്കല്പങ്ങളെ അളക്കാൻ ഫ്യൂഡൽ കാലഘട്ടത്തിന്റെ പാരാമീറ്ററുകൾ തന്നെ വേണം. അത് വെച്ചിട്ട് ആധുനിക കാലഘട്ടത്തിന്റെ ജ്ഞാനോത്പാദനത്തെ അളക്കാൻ പറ്റില്ല. അപ്പൊ ആധുനിക കാലഘട്ടം എന്താ ചെയ്യുന്നത്? ആധുനിക കാലഘട്ടം ഞാൻ പറഞ്ഞു, അതിനാണ് ആദ്യം പറഞ്ഞത്, ഒരു സമൂഹം മുഴുവൻ കേൾക്കുന്നുണ്ടോ? മറന്നു. ഒരു സമൂഹം മുഴുവൻ അങ്ങനെ ജ്ഞാനോത്പാദനത്തിന് തയ്യാറാക്കുന്നതാണ് ജ്ഞാനസമൂഹം. ഒരു സമൂഹത്തെ മുഴുവൻ ജ്ഞാനോത്പാദനത്തിന് തയ്യാറാക്കുക. ഒരു സമൂഹത്തിലെ കുറച്ചു പേർക്ക് മാത്രം ജ്ഞാനോത്പാദനത്തിന് അവസരം ഉണ്ടാകുന്നതാണ് ഫ്യൂഡൽ വിദ്യാഭ്യാസം. ഇത് ആധുനിക വിദ്യാഭ്യാസം. അപ്പൊ ആ കാലഘട്ടത്തിൽ ജ്ഞാനപരിമിതി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ജ്ഞാനോത്പാദനത്തിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ ടോട്ടൽ ഡെൻസിറ്റി വളരെ കുറവ് ആയിരുന്നു. അത് ഉപയോഗിച്ച് നമുക്ക് കൂടാൻ കഴിയില്ല. അപ്പൊ ഒരു കുട്ടി ആ ക്ലാസ്സിൽ ഒരു സമൂഹം മുഴുവൻ ജ്ഞാനോത്പാദനത്തിന് തയ്യാറാവുന്ന ഒരു സമൂഹം മുഴുവൻ സന്തോഷത്തിന്റെ അവസ്ഥയിലാണ്. വളരെ കാൽപ്പനികമാണ്, ഒരു ദാർശനിക ചിന്തയാണ് എന്ന് കരുതാം. എങ്കിലും കേട്ടോളൂ, ഒരു സമൂഹം മുഴുവൻ ജ്ഞാനോത്പാദനത്തിന് തയ്യാറാവുമ്പോൾ ഒരു സമൂഹം സന്തോഷത്തിന്റെ അവസ്ഥയിലാണ് എന്ന് പറയാം. മറ്റതിൽ ഒരു സമൂഹത്തിൽ കുറച്ചുപേര് ജ്ഞാനോത്പാദനവും മറ്റതില്ലാത്തപ്പോ ഒരു ജനതയുടെ ബഹുഭൂരിപക്ഷവും വേദനിച്ച് പറയൂ ഭയന്ന് അല്ലെങ്കിൽ വല്ലാതെ പിന്നെ പരിഭവിച്ച് മാറി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. കൊളോണിയൽ കാലഘട്ടത്തിൽ അത് തന്നെ അതേപോലെ തന്നെ അതിന്റെ പരിമിതി. അവിടെ നിന്നാണ് ഈ ഔട്ട്കം ബേസ്ഡ് പെഡഗോഗിയൊക്കെ വന്നതൊക്കെ നിങ്ങളൊക്കെ പഠിപ്പിച്ച് അല്ലെ, ആ മെത്തഡോളജി പണ്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ചിലർ പരിമിതപ്പെടുത്തുന്നു. അത് വിട്ട് ഒരു ബ്രെയിനെ പൂർണ്ണമായും പ്രകാശിപ്പിക്കുവാനുള്ള ശ്രമം. അതാണ് മഹാത്മാഗാന്ധി വിദ്യാഭ്യാസത്തെ കുറിച്ച് നൽകിയ നിർവചനം. ഗാന്ധി പറഞ്ഞത് ഒരു വ്യക്തിയുടെ സത്തയുടെ സമ്പൂർണമായ പ്രകാശനമാണ് വിദ്യാഭ്യാസം. കേട്ടില്ലേ? കേൾക്കണ്ടോ? ഒരു വ്യക്തിയുടെ സത്ത, അതായത് സർഗശേഷി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം, അതിൻ്റെ സമ്പൂർണവും സമഗ്രവുമായ പ്രകാശനമാണ് വിദ്യാഭ്യാസം. അക്ഷരം പഠിക്കൽ മാത്രം അല്ല, കണക്ക് കൂട്ടൽ മാത്രം അല്ല, ഒരു വ്യക്തിയുടെ ആന്തരികമായ എന്തെല്ലാം ചേതനകളുണ്ടോ അതെല്ലാം ഉണർന്ന് അതിന്റെ സമഗ്രമായ സമഷ്ടിയിലേക്ക് എത്തുന്ന അവസ്ഥയാണ് യഥാർത്ഥ വിദ്യാഭ്യാസം.